നമസ്കാരം. പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ ഭാര്യ സെറീന. രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ സെറീനയെ കോഴിക്കോട് പ്രസ് ക്ലബിൽ വെച്ച് പൊന്നാട അണിയിച്ചിരുന്നു. ഈ ചടങ്ങിൽ വച്ചാണ് സെറീന മാധ്യമങ്ങളോട് സംസാരിച്ചത്. കൂട്ടിക്കൽ ജയചന്ദ്രന്റെ പേരിൽ പോക്സോ കേസ് വന്നപ്പോൾ ലക്ഷങ്ങൾ ചെലവാക്കി സുപ്രീം കോടതി വരെ കേസ് നടത്തി ജാമ്യം നേടിയെടുക്കാൻ കാരണം സെറീനയാണ് എന്നാണ് രാഹുൽ ഈശ്വർ ചടങ്ങിൽ പറഞ്ഞത്. അതിന് പിന്നാലെയായിരുന്നു സെറീന പ്രതികരിച്ചത്. സത്യം പറഞ്ഞാൽ ഞാനും ഒരു അതിജീവിതയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേസ് വന്നത്. ജയേട്ടന്റെ ഭാഗത്ത് അച്ഛനോ അമ്മയോ കൂടപ്പിറപ്പുകളോ ആരുമില്ല. ഞാനും പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്. എനിക്കൊരൊറ്റ കാര്യമേ പറയാൻ സാധിക്കൂ: ആണുങ്ങളെ വിശ്വസിക്കാം, പക്ഷേ കുറച്ച് പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കരുത്. ഈ കേസ് വന്നപ്പോൾ ഞാൻ പഠിച്ച പാഠമാണത്. ഏതെങ്കിലും ഒരു ദേഷ്യം വരുമ്പോൾ ആണുങ്ങളെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കുമ്പോൾ ചിന്തിക്കണം, അവർക്കും ഒരു കുടുംബമുണ്ടെന്ന്. ഒരിക്കലും ഞങ്ങൾ ആത്മഹത്യ ചെയ്യില്ല. സത്യം പുറത്തു വരും. ചേട്ടൻ ഇത് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്നും ഒപ്പമുണ്ടാകും. എല്ലാ ആണുങ്ങൾക്കും എന്ത് സപ്പോർട്ടിനും ഞാനുണ്ടാകും, സെറീന പറഞ്ഞു. പുരുഷന്മാർക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മിഷൻ മെൻസ് കമ്മീഷന്റെ പുരുഷ ഹെൽപ്പ് ലൈൻ സംവിധാനം തുടങ്ങിയതായി രാഹുൽ ഈശ്വർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിനുള്ള ആപ്പും പ്രവർത്തന സജ്ജമാക്കി. സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കോഴിക്കോട് സ്വദേശി ദീപകിന്റെ മരണത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന അധ്യക്ഷന്മാരും പ്രതികരിച്ചില്ല. ദീപകിനെതിരെ ചില ഫെമിനിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വിദ്വേഷ പ്രചരണം പ്രതിഷേധാർഹമാണെന്നും രാഹുൽ പറഞ്ഞു. ബസ്സിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് യുവതി സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഭൂമിയുടെ അറ്റം വരെ പോയി ശിക്ഷ വാങ്ങി നൽകുമെന്ന് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മരിച്ച ദീപകിന്റെ കുടുംബത്തിന്റെ അനുമതിയോടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഭിഭാഷകരെ ഈ കേസിനായി കൊണ്ടുവരുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ദീപകിന്റെ ജന്മദിനത്തിന്റെ അടുത്ത ദിവസം ചരമദിനം ആയെന്നും രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചു. അതേസമയം ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിതയ്ക്കായി പോലീസ് ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. ഇന്നലെയാണ് പ്രതിയെ വടകരയിലെ ബന്ധുവീട്ടിൽ വച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തിൽ യുവതി ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അത് സാധൂകരിക്കുന്ന തെളിവുകളോ മൊഴികളോ പോലീസിന് ലഭിച്ചിട്ടില്ല. സംഭവം നടന്ന ബസ്സിലെ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും മൊഴി വേഗത്തിൽ ശേഖരിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം. വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്ന നടപടിയിലേക്കും പോലീസ് കടക്കും. അതേസമയം ഇന്നു തന്നെ കുന്ദമംഗലം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനാണ് ഷിംജിതയുടെ നീക്കം. കഴിഞ്ഞ വെള്ളിയാഴ്ച പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകവെ ലൈംഗിക ഉദ്ദേശത്തോടെ ബസ്സിൽ വെച്ച് തന്റെ ശരീരത്തിൽ ഇയാൾ സ്പർശിച്ചെന്നും ഇക്കാര്യം താൻ വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് കണ്ടിട്ടും അതിക്രമം തുടർന്നെന്നും യുവതി വീഡിയോയിൽ പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് 23 ലക്ഷത്തോളം പേർ ഈ വീഡിയോ കണ്ടിരുന്നു. മാനക്കേട് താങ്ങാനാകാതെ മനസ്സ് തകർന്നാണ് മകൻ ജീവനൊടുക്കിയതെന്നും ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്നും മകൻ തന്നോട് പറഞ്ഞതായും സുഹൃത്തുക്കളും ബന്ധുക്കളും വീട്ടുകാരും പറഞ്ഞു.